തിരുനെൽവേലിയിൽ തള്ളിയ കേരളത്തിലെ മെഡിക്കൽ മാലിന്യങ്ങൾ ഇന്ന് നീക്കും. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 70 അംഗ സംഘമാണ് തിരുനെൽവേലിയിൽ എത്തിയത്. കേരളം അടിയന്തരമായി മാലിന്യം നീക്കണമെന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി തിരുനെൽവേലിയിൽ നിന്നും അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, സബ് കളക്ടറടക്കം 70 അംഗ സംഘമാണ് തിരുനെൽവേലിയിൽ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എപ്പോൾ മുതലാണ് നടപടികൾ ആരംഭിക്കുക? മറ്റു വിവരങ്ങൾ എത്തരത്തിലാണ്? സംഗീത, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലിയിലെ വെട്ടുവാൻകുളത്താണ്. ഇപ്പോൾ എനിക്ക് പുറകിലായിട്ട് ഈ വലിയ മാലിന്യ കൂമ്പാരം കാണാം. ഇതാണ് കേരളത്തിൽ നിന്ന് തള്ളിയിട്ടുള്ള ആശുപത്രിയിലെ മാലിന്യങ്ങൾ. ഇതിങ്ങനെ ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. ഏകദേശം ഈ പരിസരങ്ങളിലായി 7ഓളം ഇടങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഒപ്പം ഇപ്പോൾ വെട്ടുവാൻകുളത്തിലെ വാർഡ് മെമ്പറായിട്ടുള്ള ബാലകൃഷ്ണനാണ് ഒപ്പമുള്ളത്. എത്ര ദിവസമായി ഇതിങ്ങനെ ഇവിടെ തള്ളിക്കിടക്കുന്നത്? ആരാണ് ഇത് കണ്ടത്? 1 மந்த்தாக தான் நாங்கள் பார்த்துருக்கோம். அதுக்கு முன்னாடி நிறைய நடந்திருக்கு. தீ விட்டு எரிச்சிருக்காங்க. இந்த 1 மந்த் இந்த ஆடு மேய்க்கிறவங்க தான் பார்த்துருக்காங்க. இதுக்கு முன்னாடி இப்படி എന്തെങ്കിലും இதுக்கு முன்னாடி வந்திருக்கு, எங்களுக்கு தெரியாமல் தீ விட்டு எரிச்சிருக்காங்க. ഇതിപ്പോൾ யாரு ஆடு மேய்க்கிறவங்க தான் பார்த்து எங்களுக்கு சொன்னாங்க. நாங்கள் போலீஸில் கம்ப்ளைண்ட் பண்ணிட்டோம். അതായത് ഇതിന് മുൻപിലും 1 മാസം മുമ്പ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു മാലിന്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇവിടെ തീയിട്ട് എരിച്ച് കളയുകയായിരുന്നു ചെയ്തതെന്നാണ് നിലവിലിപ്പോൾ വാർഡ് മെമ്പറായിട്ടുള്ള ബാലകൃഷ്ണൻ പറയുന്നത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വീണ്ടും തള്ളിയിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് ആട് മേയ്ക്കുന്ന ആളുകളുണ്ട്. ഇവരാണ് ഇത്തരത്തിൽ ഇവിടെ മാലിന്യം തള്ളിയത് കാണുന്നത്. അതിനുശേഷമാണ് പോലീസിനെ ഉൾപ്പെടെ ഇക്കാര്യം അറിയിച്ചത് എന്നതാണ് നിലവിലിപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ബാലകൃഷ്ണൻ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഇത്തരം ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് സർക്കാർ ഇത്തരത്തിലൊരു തിരുത്തൽ നടപടിയിലേക്ക് കടക്കുന്നത്. 70 അംഗം വരുന്ന സംഘമാണ് ഇന്ന് തിരുനെൽവേലിയിലെ ഈ വെട്ടുവാൻകുളത്ത് അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാനായിട്ട് തുടങ്ങുക. എന്തായാലും ഈ ഉദ്യോഗസ്ഥരൊക്കെ അല്പസമയത്തിനകം തന്നെ എത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും അടക്കം ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നീക്കുക. എന്തായാലും ഈ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് സർക്കാർ ഉൾപ്പെടെ തയ്യാറായത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സംഭവത്തിൽ നേരത്തെ ഒരു മലയാളി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായിട്ടുമുണ്ടായിരുന്നു. ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് ശേഖരിച്ച് ഈ പ്രദേശത്തെ മുഴുവൻ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം അത് ക്ലീൻ കേരള അതിൻ്റെ ഗോഡൗണിൽ എത്തിച്ച് ഇത് വേർതിരിച്ചാണ് ഇത് സംസ്കരിക്കുക എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി മാലിന്യങ്ങൾ ഇങ്ങനെ കെട്ടുകണക്കിനായിട്ട് ഈ പ്രദേശങ്ങളിൽ ഡംപ് ചെയ്തിട്ടുണ്ട് എന്നതാണ് നിലവിൽ നമ്മളിവിടെ എത്തിയപ്പോൾ ഉള്ള കാഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നത്. സംഗീത. ശരി അഞ്ജു, തിരുനെൽവേലിയിൽ നിന്നാണ് അഞ്ജു വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ തള്ളിയ കേരളത്തിലെ മെഡിക്കൽ മാലിന്യങ്ങൾ ഇന്ന് നീക്കം ചെയ്യും. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 70 അംഗ സംഘമാണ് തിരുനെൽവേലിയിൽ എത്തിയിരിക്കുന്നത്.